ഹലോ ചെങ്കോളി എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ എവിടെ ഉള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ തളിക്കുളം ഗ്രാമപഞ്ചായത്ത് നമ്മൾ തൃശ്ശൂരാണ് കേട്ടോ ഉള്ളത്. തൃശ്ശൂർ നമ്മൾ ബീച്ച് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ എന്താ ചോദിച്ചാൽ ഇപ്പോൾ വന്നിപ്പോൾ ഫ്രീ ടൈമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. പിന്നെ ആദ്യമായിട്ട് കാണുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോസ് എല്ലാം കണ്ട് ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്ബൊക്കെ ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അതേമാതിരി തന്നെ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ലൈക്ക് അടിക്കുക. പിന്നെ എങ്ങനെ വെച്ചാൽ നമ്മൾ കടലിലേക്കൊക്കെ വരുന്ന സമയത്തൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ആരെയും കടലിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഞാൻ പ്രലോഭിച്ചിട്ടുള്ള വീഡിയോ അല്ലാതെ ചെയ്യണത്. അപ്പോൾ ഭയങ്കരമായിട്ട് അപകടം പിടിച്ചിട്ടുള്ളൊരു മേഖലയാണിത്. അപ്പോൾ എന്താ വെച്ചാൽ വരുന്ന ആളുകളെല്ലാതും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെ ബോർഡ് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ വരുന്ന സമയത്ത് ഇങ്ങനെ കടൽ ക്ഷോഭിച്ചിരിക്കുന്ന സമയത്തൊക്കെ വെള്ളത്തിൽ ഇറങ്ങാൻ പാടില്ല. അപ്പോൾ വെള്ളത്തിലേക്ക് കൂടുതലിട്ടൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകാം നമുക്ക്. അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ സൂര്യ അസ്തമയ സമയമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു കാഴ്ച കാണാനും നല്ല ഒരു രസം തന്നെയാണ് കേട്ടോ. പിന്നെ എങ്ങനെയാ വെച്ചാൽ ഇവിടെ തന്നെ കടലിൻ്റെ നമ്മളെ ഇപ്പുറത്ത് തന്നെ ഒരു പാർക്കുണ്ട് കേട്ടോ. ചെറിയൊരു നല്ലൊരു പാർക്കാണ്. അപ്പോൾ ഒരുപാട് ഈവനിങ് ടൈമൊക്കെ ആയപ്പോഴാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് കാഴ്ചക്കാർ ഇവിടെ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് കേട്ടോ. കടലിൽ കാണാനും അതേമാതിരി തന്നെ എൻ്റർടൈൻമെൻറ്റും നല്ലൊരു കാറ്റാണ് കേട്ടോ. പിന്നെ എങ്ങനെ വെച്ചാൽ ഒരു കുതിരവണ്ടിയും ഒക്കെ കാണാൻ കേട്ടോ. എന്തായാലും നമ്മൾ മറീന ബീച്ചിലും ഇതേമാതിരി ഞാൻ കണ്ടിട്ടുണ്ട്. കോഴിക്കോടല്ല സോറി ചെന്നൈ അല്ല അതേമാതിരിയൊക്കെ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഈ വെയിലൊക്കെ ആയ സമയമൊക്കെ നമ്മൾ വെള്ളത്തിലേക്കൊക്കെ ഒന്ന് ജസ്റ്റ് വെള്ളത്തിലേക്ക് കൂടുതലായിട്ട് ഇറങ്ങിയതൊന്നുമില്ല. നല്ല തിര അടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം തിര കാണുമ്പോൾ തന്നെ പേടിയാണ് വരുന്നത്. എന്താ വെച്ചാൽ നമ്മളിപ്പോൾ കുളത്തിലിറങ്ങണ മാതിരിയല്ലല്ലോ ഇത്. അപ്പോൾ എന്താ വെച്ചാൽ ഇവിടെ ഒരു നായെല്ലാം കണ്ടു കേട്ടോ. നായ എന്തിനാണ് വന്നിട്ട് നിൽക്ക് മനസ്സിലാവണില്ല കേട്ടോ. എനിക്ക് ഒന്ന് മീൻ പിടിക്കാനാണ് വന്നത്. ഞാനന്ന് ലാസ്റ്റ് ടൈം ഞാൻ കോഴിക്കോട് ബീച്ചിൽ പോയപ്പോഴും ഇതേമാതിരി ഒരുപാട് നായ്ക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ അതിലൊക്കെ ഒരുപാട് ചത്ത് കിടക്കുന്ന മീനുകളൊക്കെ വരും. അപ്പോൾ അതിനൊക്കെ പിടിച്ച് തിന്നാനാണ് തോന്നുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒന്ന് രണ്ടെണ്ണത്തിനെ കണ്ടു. പിന്നെ എങ്ങനെ വെച്ചാൽ ഒരുപാട് നമ്മുടെ നാട്ടിലെ ആൾക്കാരും അതേമാതിരി തന്നെ തമിഴ് ഫാമിലി, ഹിന്ദി, അങ്ങനെ നോർത്ത് ഇന്ത്യ, അതേമാതിരി തന്നെ ആന്ധ്ര, കർണാടക എല്ലാ നാട്ടിലെ ജനങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് ചായ ഒക്കെ കുടിക്കാൻ വെച്ചിട്ട് ഇങ്ങനെ കയറിയതാണ്. അപ്പോൾ ഈ ഒരു ഷെഡിൽ നോക്കിയപ്പോൾ ഇവിടുന്ന് കാണുമ്പോൾ ഉള്ള കാഴ്ചയും കാണാനും നല്ല ഒരു രസം തന്നെയാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഇവിടെ കുറച്ച് നേരമൊക്കെ നിന്ന് അങ്ങനെ കുറച്ച് നേരം സമയമൊക്കെ കളഞ്ഞ് നോക്കുമ്പോൾ ഇവിടുന്ന് കാണുമ്പോൾ നല്ലൊരു രസം. ഞാനെന്തായാലും സത്യം പറയാൻ വെച്ചാൽ ഈ ഒരു തൃശ്ശൂർ ഈ ഒരു ബീച്ചിലേക്ക് ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള ബീച്ചുകളിലൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബീച്ചിലേക്ക് വന്നപ്പോൾ കണ്ട ഒരു അനുഭവം നല്ലൊരു ഇതാണ് കേട്ടോ. പിന്നെ എങ്ങനെയാ വെച്ചാൽ തൃശ്ശൂരിൽ നിന്ന് വരാൻ കുറച്ച് ദൂരമുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തൊന്നല്ല. അപ്പോൾ അതൊരു കുറച്ച് ഉള്ളിലേക്ക് കുറച്ച് വരാനുണ്ട്. അപ്പോൾ എന്തായാലും ഒരുപാട് കൂട്ടുകാർ അതേമാതിരിയൊക്കെ തന്നെ കടലിലൊക്കെ കളിക്കുന്നതും ഒക്കെ കാണാനൊക്കെ നല്ല രസമുണ്ട്. അപ്പോൾ നമ്മളെ പെങ്ങളുണ്ട്. അപ്പോൾ അവളും കുട്ടിയൊക്കെ ആയിട്ട് തന്നെ നടക്കുന്നുണ്ട് കൂടെ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ. നായ നിൽക്കണേ. അപ്പോൾ ഫുള്ള് വെള്ളം. അതാ ചെരുപ്പ് പോയി. ഓരോരുത്തരും പിന്നെ വെള്ളമാണ് കണ്ടപ്പോൾ പിന്നെ ഇവർക്ക് ചെരുപ്പും വേണ്ട ഒന്നും വേണ്ട വെച്ചിട്ട് ഇവിടെ ഊരി വെച്ച് പോയിട്ടേ ഓരോ തിര വരുമ്പോൾ ഓരോ തിരക്ക് ഓരോ ചെരുപ്പുകളാണ് പോണത്. എന്തായാലും ഇവിടെ ഇവരൊക്കെ നിരീക്ഷിക്കാൻ ഇവർ വെള്ളത്തിലൊക്കെ ഇറങ്ങുമ്പോൾ നിരീക്ഷിക്കാൻ ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ അവർ പീപ്പിൾ ഇങ്ങനെ വിളിക്കുന്നുണ്ട് വെച്ചാൽ ഇവർ വിളി കേൾക്കണമൊന്നുമില്ല. ഇവരിങ്ങനെ വെള്ളത്തിൽ വന്നിട്ട് ഇവർ കളിക്കുക തന്നെയാണ്. അപ്പോൾ എന്താ വെച്ചാൽ കുറച്ച് കൂട്ടുകാർ ഇതേമാതിരിയൊക്കെ തന്നെ കുറേ ദൂരത്തേക്ക് പോയിട്ടോ. അപ്പോൾ അങ്ങനെ അവരൊക്കെ ചീത്തയൊക്കെ പറഞ്ഞിട്ട് അവരങ്ങോട്ട് വിളിച്ചിട്ട് കൊണ്ടുവന്നു. അപ്പോൾ എന്തായാലും ഇവിടേക്ക് വരുന്ന സമയത്തൊക്കെ നന്നായിട്ട് ശ്രദ്ധിക്കുക. വെള്ളത്തിലൊക്കെ നമ്മൾ എത്ര നീന്തൊക്കെ അറിയുന്നുണ്ടെങ്കിലും ഈ കടലിനോട് കളിക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഈ ഒരു കരയപ്പാത്തൊക്കെ ഇറങ്ങി അങ്ങനെ ഈ ഒരു വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ.